ആൻറ്റി ഏജിങ്ങിൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു മാജിക് ഓയിലാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ കൊളോജൻ നാച്ചുറലായിട്ട് ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിലെ ഡ്രൈനെസ് 100% കുറയ്ക്കാനും നമുക്ക് ഒരുപാട് നമ്മളുടെ സ്കിന്നിലുള്ള ഡാമേജസ് കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന, ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഇത് തീർത്തും ഇതൊരു മാജിക് ഓയിൽ തന്നെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ ഇത് വീട്ടിൽ ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് നമ്മൾ എത്ര ഓയിലും കാര്യങ്ങളൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ മേടിക്കുന്നത് ഇല്ലേ. ഓരോ ദിവസം ഓരോ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നവരാണ്, ഒത്തിരി പൈസ കളയുന്നതാണ്, ഒരുപാട് ട്രീറ്റ്മെൻറ്റിന് പോകുന്നവരാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കൂ എന്നുള്ളത്. അപ്പോൾ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്ന ഈ ഒരു മാജിക് ഓയിൽ 100% റിസൾട്ടാണ്. സ്കിൻ ബ്രൈറ്റ് ആവാനും അതുപോലെ തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ അതുപോലെ തന്നെ നമ്മളുടെ ഡ്രൈനെസ്, ആ ഒരു ആൻറ്റി ഏജിങ്ങിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ അതെല്ലാം നല്ലപോലെ മാറ്റി നാച്ചുറൽ കൊളോജൻ ബൂസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഓയിലാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് കേട്ടോ. മാജിക് ഓയിൽ ഫേസിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം ഒരു ആൻറ്റി ഏജിങ്ങിലൊക്കെ പോകുന്ന സമയത്ത് സ്കിന്നിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു 40 ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ 40+ കഴിഞ്ഞാൽ നമുക്ക് പോലും അറിയില്ല നമ്മളുടെ സ്കിന്നിൽ ആദ്യം തന്നെ എല്ലാവർക്കും തോന്നും അയ്യോ ഇതുവരെ ഞാൻ ഒരു പ്രൊഡക്റ്റും യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ എന്താ പറയുക എൻ്റെ സ്കിന്നിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുന്നു, ചെറുതായിട്ട് ചുളിവ് വരുന്നു, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡാർക്ക് സ്പോട്ട് വരുന്നു, പിഗ്മെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഉണ്ട്, പെട്ടെന്ന് ഭയങ്കരമായിട്ട് പേടിക്കും. എന്നിട്ട് ഉടനെ തന്നെ ഡോക്ടറെ കാണുന്ന ആൾക്കാരാണ് കൂടുതലും. ആ ഒരു സമയത്ത് അയ്യോ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് സ്വയം ഉള്ളിൽ ഫീൽ ചെയ്യും. എന്നിട്ട് അപ്പം തന്നെ പോയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, നമ്മൾ ഏത് ഡോക്ടേഴ്സിനെയും കുറ്റം പറയുമല്ല, എവിടെ പോയാലും അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു സൺസ്ക്രീൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് തരും. സോ അത് ഇവൺ ചില ആൾക്കാർ ഒരു 10 വർഷം യൂസ് ചെയ്തിട്ടും റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല. അതിൻ്റെയൊക്കെ റീസൺ എന്താണെന്ന് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അതായത് വേറെ ഒന്നുമല്ല, നമ്മളുടെ പ്രോപ്പറായിട്ടുള്ള നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്ത് പാക്കും എന്ത് യൂസ് ചെയ്താലും നമ്മളുടെ സ്കിൻ കെയർ നമ്മൾ ഫോളോ ചെയ്യുക, കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് കാര്യങ്ങൾ. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ കുളിക്കുക പല്ല് തേക്കുക ഇതൊക്കെ നമ്മളുടെ ഒരു ശീലമാണല്ലോ. അതെന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ചെറുപ്പത്തിലേ നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, അത് നിർബന്ധമാണ്. നമുക്ക് വൃത്തിക്കും നമ്മൾ ഡെയിലി നമ്മളുടെ റൊട്ടീൻ്റെ പാർട്ടാണ്. ഡെയിലി കുളിക്കണം പല്ല് തേക്കണം എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ നിർബന്ധമായിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് സ്കിൻ കെയർ എന്നുള്ളത്. സ്കൂളിൽ പഠിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആ ഒരു സംഭവമൊന്നും നമുക്ക് അറിവില്ലായ്മ കൊണ്ട് നമ്മളിതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങളാണ് ഇന്ന് കാണുന്ന 40 കഴിഞ്ഞവരിൽ ആൻറ്റി ഏജിങ്ങിൽ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. ഈ പിഗ്മെൻറ്റേഷൻ, റഫ്നെസ്, ഇതൊക്കെ എന്ന് വെച്ചാൽ ഇന്നോ ഇന്നലെയോ നമ്മൾ ചെയ്ത തെറ്റുകൊണ്ട് സംഭവിച്ചതേ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കുറേ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സോപ്പ് യൂസ് ചെയ്യുന്നവരായിരിക്കാം, പൗഡർ യൂസ് ചെയ്യുന്നവരായിരിക്കാം, സ്ഥിരമായിട്ട് പൗഡർ ഇല്ലാതെ പുറത്തു പോകാൻ പറ്റാത്ത ആൾക്കാരായിരിക്കാം, അതുപോലെ തന്നെ ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്യുന്നവർ, ഡെയിലി ഓൺലൈനിൽ കാണുന്ന പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നവർ, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് പോലും അറിയാതെ നമ്മൾ പെട്ടെന്ന് നമുക്കൊന്ന് ഫെയർ ആവാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു ചിന്തയിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നവർ, ഇങ്ങനെ പല രീതിയിലുള്ള മിസ്റ്റേക്സും പല കാലങ്ങളായിട്ട് നമ്മൾ ചെയ്തു വരുന്നതിൻ്റെയൊക്കെ റിസൾട്ടാണ് നമുക്ക് നമ്മളുടെ ഒരു 40 കഴിയുമ്പോൾ നമുക്കതൊക്കെ നമ്മുടെ സ്കിന്നിൽ കാണുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ മിസ്റ്റേക്സ് ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞ് ബോറടിപ്പിക്കുമല്ല, എന്നാലും പറയുവാണ്. കാരണം എനിക്ക് എപ്പോഴും ഒരുപാട് ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഇത് കൂടി വരുവാണ്. കാരണം നമ്മൾ എല്ലാവർക്കും ആഗ്രഹമാണ് നമ്മളുടെ സ്കിൻ നല്ലൊരു ക്ലിയർ സ്കിന്നായിരിക്കണം എന്നുള്ളത്. പക്ഷേ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇനി പ്രൊഡക്റ്റ് മേടിച്ചാൽ തന്നെ ആ പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കേണ്ടത് ഒന്നും അറിയാത്തത് കൊണ്ടാണ് ആരും തന്നെ ഒന്നും ചെയ്യാത്തത്.
സോ ഞാൻ എന്തായാലും ഞാനൊരു പേഴ്സണൽ ഗൈഡൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിലുള്ള പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കറക്റ്റായിട്ടുള്ള ഒരു റൊട്ടീൻ അറിയണം, അല്ലെങ്കിൽ ചെയ്യണം, സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു പേഴ്സണൽ കെയർ ഇതിലേക്ക് നിങ്ങൾക്കും വരാം കേട്ടോ. പേഴ്സണൽ ഗൈഡൻസിലേക്ക് വരാം. ഇതിൽ ഞാൻ കറക്റ്റ് നിങ്ങളുടെ സ്കിൻ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ 3 മാസം ഞാൻ ചാലഞ്ച് ചെയ്ത് 3 മാസം കൊണ്ട് ഒരു ക്ലിയർ സ്കിൻ കൊണ്ടുവരാൻ ഞാൻ ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആയിരിക്കും നമ്മുടെ സ്കിന്നിൽ ഓരോ രീതിയിൽ അണ്ണീവണോ ഒന്നും തന്നെ ഉണ്ടാവാതെ ക്ലിയർ സ്കിൻ കൊണ്ടുവരാനായിട്ട് കറക്റ്റായിട്ടുള്ള റൊട്ടീനും കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ പറഞ്ഞു കൊടുത്ത് നിങ്ങളുടെ കൂടെ നമ്മൾ ഉണ്ടാവും. ഡെയിലി അപ്ഡേഷൻ എടുക്കും. ഓൺലൈനിലാണ് നമ്മൾ ചെയ്യുന്നത്, വീഡിയോ കോൾ വഴിയാണ്. അതുകൊണ്ട് തന്നെ എവിടെയുള്ളവർക്കും ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കറക്റ്റ് പ്രൊഡക്റ്റ് കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത് 3 മാസം നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഹോസ്പിറ്റലിലേക്കും ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സിനും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരി പൈസ കളഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഇത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അത്രയും ഉള്ളതെന്നാണ് പറയുന്നത്, ഗ്യാരൻറ്റിയാണ്. ആ ഒരു രീതിയിൽ സ്കിൻ കെയർ നമുക്ക് ഇനി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം. എനിക്കും ആഗ്രഹമുണ്ട് ഒരുപാട് പേർക്ക് ഇത് എത്തിക്കണം. കാരണം ഇത് അറിയില്ല, ആർക്കും തന്നെ ഇതെന്താണെന്നേ അറിയത്തില്ല, ഇതെങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗൈഡൻസ് ഉള്ളത് പോലും അറിയത്തില്ല. സോ അങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രശ്നത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പേഴ്സണൽ ഗൈഡൻസ് 3 മാസമാണ്. നമ്മൾ ആദ്യം സ്കിൻ അനലൈസ് ചെയ്ത് നിങ്ങൾ പ്രൊഡക്റ്റ് പറഞ്ഞു തന്ന് എല്ലാ ദിവസവും അപ്ഡേഷൻ എടുത്തുകൊണ്ട് ഞാൻ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ വാട്സാപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും, മെസ്സേജ് ചെയ്യുക. 5,000 റുപ്പീസ് നമ്മളുടെ ഇതിലേക്ക് 3 മാസത്തേക്ക് നമ്മളുടെ ഫീ വരുന്നുണ്ട് കേട്ടോ. 3 മാസത്തേക്കാണ് 5,000. അത് വലിയൊരു ഫീ ആയിട്ടേ കാണേണ്ട. കാരണം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ ഒത്തിരി ഹോസ്പിറ്റലിൽ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒത്തിരി പ്രൊഡക്റ്റ് വാങ്ങിച്ച് നമ്മൾ പൈസ കളയും. അതും ആ പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് വീണ്ടും നമ്മളുടെ സ്കിന്നിനെ പ്രശ്നം ഉണ്ടാക്കുക ചെയ്യുന്നത്, ഡാമേജ് ആക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ പരിഹാരമായിരിക്കും നമ്മളുടെ ഈ 3 മാസത്തെ ഈ ഒരു ഗൈഡൻസ്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാം. അപ്പോൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഇതിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മളുടെ മാജിക് ഓയിൽ നോക്കണ്ടേ. യെസ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിതിന് ക്യാരറ്റ് എടുക്കുക. ഒരു ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുക കേട്ടോ, ചെറുതായിട്ട് നല്ല രീതിയിൽ. അതായത് ചെറിയ ഇതിൽ വേണം ഗ്രേറ്റ് ചെയ്ത്, ഒരു വലിയ സംഭവമായിട്ടല്ല, അത്രയും കുഞ്ഞാക്കി നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു ക്യാരറ്റാണ് എടുത്തത്. അതിൻ്റെ സ്കിന്നെല്ലാം പീൽ ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ഒരു ഓറഞ്ച് എടുക്കുക. ഓറഞ്ച് എങ്ങനെയായിരുന്നു, ഓറഞ്ചിൻ്റെ തൊലി നല്ലപോലെ വൃത്തിയാക്കിയിരിക്കണം കേട്ടോ. നമ്മൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പൊടികളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് പറ്റുമെങ്കിൽ ബേക്കിംഗ് സോഡ അതിൽ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് സ്കിൻ ക്ലിയർ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ഓറഞ്ചിൻ്റെ സ്കിൻ നല്ല വൃത്തിയാക്കി കിട്ടും. അതുകൊണ്ട് അതിൽ ഇച്ചിരി വെള്ളത്തിൽ ഓറഞ്ച് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക. ദെൻ അതിനുശേഷം നമ്മൾ ഓറഞ്ച്, അതേ മൊസംബിയൊക്കെ കിട്ടുമല്ലോ, അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുക. അതിൻ്റെ സ്കിൻ മാത്രമായിട്ട് ഗ്രേറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ ഈ മുറിച്ചിട്ട് ഗ്രേറ്റ് ചെയ്യണമെന്നില്ല, മുഴുവനായിട്ട് എടുത്തിട്ട് തന്നെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമുക്ക് പിന്നെ വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് 2 നമ്മളുടെ ബേ ലീവ്സ്, അതായത് കറുവപ്പട്ടയുടെ ഇലയുണ്ടല്ലോ, നമുക്ക് ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ, അത് 2 എടുക്കുക. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അതും കൂടി മാറ്റി വയ്ക്കുക. ദെൻ നമുക്ക് വേണ്ടത് ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ 1/4 കപ്പോളം നമുക്ക് ഒലിവ് ഓയിൽ എടുക്കുക. അതായത് നമ്മളൊരു ജാറിലേക്ക് ഒഴിക്കുമ്പോൾ അത് കുറച്ച് ഫില്ല് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒലിവ് ഓയിൽ എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മളൊരു ഗ്ലാസിൻ്റെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ ക്യാരറ്റ് ഇടുക. അതിന് മുകളിൽ നമ്മളുടെ ഓറഞ്ച്, നമ്മൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച ഓറഞ്ച് ഇടുക. അതിൽ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബേ ലീവ്സ് ഇടുക. എന്നിട്ട് നമ്മളുടെ ഈ ഒലിവ് ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശരിക്കും മുങ്ങിക്കിടക്കണം കേട്ടോ. ആ ഒരു രീതിയിൽ ഒരു ഗ്ലാസിൻ്റെ ഒരു വലിയ ജാർ എടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് മുങ്ങിക്കിടക്കുന്ന രീതിയിലേക്ക് ഈ ഓയിൽ ഒഴിക്കുക. ദെൻ ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാനോ ഒന്നുമല്ല, നമ്മളിത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സോസ് പാൻ എടുത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക. അതായത് നമ്മൾ അല്ലെങ്കിൽ ചായയൊക്കെ ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ, പാൻ ഉണ്ടല്ലോ, അതിൽ കുറച്ച് ഒരു 1/4 ഭാഗം വെള്ളം വയ്ക്കുക. 1/4 ഭാഗമല്ല, അതിൻ്റെ കുറച്ച് താഴെയായിട്ട്. പക്ഷേ അതിന് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ആ പാനിൽ നമ്മളൊരു ചെറിയൊരു തുണി കഷ്ണം, അതായത് ഇച്ചിരി കട്ടിയുള്ള ഒരു ടവൽ പോലത്തെ എന്തെങ്കിലും ഉള്ളിലേക്ക് വെക്കുക കേട്ടോ. കാരണം നമ്മൾ ഈ കുപ്പിയുടെ ഗ്ലാസ് അതിനകത്ത് വെക്കണം. അതുകൊണ്ടാണ് ഒരു ടവൽ പോലെ കട്ടിയുള്ള എന്തെങ്കിലും അതിനകത്ത് വെച്ചിട്ട് എന്നിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. എന്നിട്ട് ഈ ഒരു ജാർ, ഈ ഗ്ലാസിൻ്റെ ജാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളത്തിലേക്ക് വെക്കുക. ജസ്റ്റ് മുങ്ങാതിരിക്കണം. അതായത് ആ ജാറിൻ്റെ ഒരു കഴുത്തിൻ്റെ ഭാഗം വരെ വെള്ളം ഉണ്ടാകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെയും താഴെ ആയിരിക്കണം. അതേ മേളിലേക്ക് വരരുത്. കാരണം ആ വെള്ളം അത് ബോയിൽ ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത്
ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഒരു 20 മിനിറ്റ്സ് നന്നായിട്ട് ബോയിൽ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഓയിൽ, നമ്മളെ ഓറഞ്ചും ക്യാരറ്റും ഇതെല്ലാം കൂടെ നമുക്ക് അത് നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അത് ജാർ അടച്ച് വെക്കരുത്. ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുക. സൂപ്പറായിട്ട് ഇതെല്ലാം തന്നെ നമുക്ക് ആ ഓയിലും എല്ലാം കൂടി മിക്സ് ചെയ്ത് അടിപൊളിയായിട്ടുള്ളൊരു ഇതിൽ കിട്ടും നമുക്ക്. എന്നിട്ട് നമ്മളിത് ഓഫ് ചെയ്ത് വെക്കുക. അതിന് ശേഷം ഇത് തണുത്തതിന് ശേഷം ഈ ഓയിൽ നല്ല വൃത്തിയുള്ള തുണിയിലേക്ക് ആക്കിയിട്ട് ഒന്ന് അരിച്ചെടുക്കുക, ഒന്ന് സ്റ്റെർ ചെയ്തെടുക്കുക, ഒന്ന് പിഴിഞ്ഞ് നന്നായിട്ട് ഓയിൽ മാത്രമായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മളിതൊരു ഗ്ലാസിൻ്റെ ജാറിൽ ഒഴിച്ച് വെക്കുക. ഇത് എല്ലാ ദിവസവും നിങ്ങൾ ഫേസിലേക്ക് മസാജ് കൊടുത്ത് വരണം. എല്ലാ ദിവസവും ഫേസ് മസാജായിട്ട് ഇത് നമുക്ക് ഫേസിലേക്കുള്ള ഓയിലായിട്ട് തന്നെ ഇതെടുക്കാം. തീർച്ചയായിട്ടും സൂപ്പർബായിട്ടുള്ള റിസൾട്ടാണ്. കാരണം പെട്ടെന്ന് തന്നെ ചുളിവ് മാറും. പെട്ടെന്ന് മീൻസ് ഇത് ഡെയിലി ചെയ്തു വരുവാണെങ്കിൽ നമുക്കൊരു 90 ഡേയ്സ് കൊണ്ട് നമുക്കിതിൻ്റെ വ്യത്യാസം നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ആദ്യത്തെ 21 ഡേയ്സിൽ തന്നെ നമുക്ക് വിസിബിളായിട്ടുള്ള റിസൾട്ട് അറിയാൻ പറ്റും. നല്ലപോലെ ചേഞ്ച് ഉണ്ടാവും. കൊളോജൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇതെല്ലാം നാച്ചുറൽ കൊളോജനാണ്. ഇതിന് നമുക്ക് ഒരുപാട് എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്കിതൊക്കെ അത്രയും ബുദ്ധിമുട്ട്, ഈ പറയുമ്പോൾ ഇത്രയും സാധനങ്ങൾ വരുന്നതേ ഉള്ളൂ. ഇത് ചെയ്യുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങളത് ചെയ്യണം. അപ്പോൾ നമ്മളൊരു ആൻറ്റി ഏജിങ്ങിൽ പ്രശ്നമുള്ളവർ, ഭയങ്കര സ്കിൻ ഡാമേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മാജിക് ഓയിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും ഈ ഒരു ഓയിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം എനിക്ക് അതുപോലെ നമ്മളുടെ ഈ പേഴ്സണൽ ഗൈഡൻസിന് ഒരുപാട് പേർക്ക് മെസ്സേജ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിൽ ജോയിൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ കമൻറ്റ് ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. ദെൻ അത് റിപ്ലൈ കിട്ടി നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ നമ്പർ കിട്ടും. പേഴ്സണൽ നമ്പറിലേക്ക് നിങ്ങളുടെ ഫേസിൻ്റെ ഫോട്ടോ സൂം ചെയ്ത് നമ്മൾ പറയുന്ന രീതിയിൽ അയച്ചു തരാൻ പറയും. അതിനുശേഷം നമ്മൾ ഓൺലൈനിൽ മീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഡയറക്റ്റ് കാണുകയാണ് ചെയ്യുന്നത്. കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഗൈഡ് ചെയ്യും ഞാൻ. അവിടെ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഓയിലും കൂടെ ട്രൈ ചെയ്തോളൂ കേട്ടോ. സൂപ്പർബായിരിക്കും. അതിൻ്റെ കൂടെ സ്കിൻ കെയർ വേണം. എന്ത് ചെയ്താലും, എന്ത് പാക്കിട്ടാലും സ്കിൻ കെയർ ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. സ്കിൻ കെയറിൻ്റെ കൂടെ ഇതുപോലെ മസാജിങ് ഓയിലൊക്കെ അല്ലെങ്കിൽ ഫേസ് ഓയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും. ട്രൈ ചെയ്തിട്ട് അറിയിക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ വിട്ടു പോകരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കമൻസൊക്കെ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. പിന്നെ കൂടാതെ എല്ലാവർക്കും എൻ്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. പെരുന്നാളാണ്, എന്താ പറയുക, പുറത്ത് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ നാളെ പെരുന്നാളാണ്. അപ്പോൾ എല്ലാവരും സമാധാനത്തിലും സന്തോഷത്തിലൊക്കെ നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റട്ടെ. ഒരുപാട് പ്രശ്നങ്ങളൊക്കെയാണ്. സമാധാനം കിട്ടട്ടെ എല്ലാവർക്കും. ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ബൈ.